നമ്മുടെ ഈ പ്രപഞ്ചത്തിൽ ഒരു വസ്തുവും അബ്സല്യൂട്ടായിട്ട് സഞ്ചരിക്കുകയോ അബ്സല്യൂട്ടായിട്ട് വിശ്രമിക്കുകയോ ചെയ്യുന്നില്ല. എല്ലാം റിലേറ്റീവാണ്. ഒരാൾ ഒരിടത്ത് അനങ്ങാതെ നിൽക്കുവാണെങ്കിൽ ശരിക്കും അയാൾ റെസ്റ്റിൽ തന്നെയാണോ നിൽക്കുന്നത്? അല്ല. കാരണം ഈ ഭൂമി സഞ്ചരിച്ചു കൊണ്ടിരിക്കുവാണ്. ഭൂമി കറങ്ങുന്നത് സൂര്യന് ചുറ്റുമാണ്. സൂര്യൻ മിണ്ടാതെ ഒരു ഭാഗത്ത് നിൽക്കുവാണോ? അല്ല. സൂര്യൻ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. അത് ഈ ഗാലക്സിക്ക് ചുറ്റും സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു. നമ്മുടെ ഗാലക്സിയും സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു. അതിനേക്കാൾ മാസ് കൂടുതലുള്ള മറ്റൊരു വസ്തുവിനെ ചുറ്റിക്കൊണ്ട്. ഇതിൽ നിന്ന് നമുക്കൊരു കാര്യം മനസ്സിലാക്കാൻ സാധിക്കും. പ്രപഞ്ചത്തിലെ ഒരു വസ്തുവും അബ്സല്യൂട്ട് മോഷനിലോ അബ്സല്യൂട്ട് റെസ്റ്റിലോ അല്ല. അത് റിലേറ്റീവായിട്ടാണ് അതിൻ്റെ സഞ്ചാരങ്ങൾ നടത്തുന്നത്. ഇതാണ് ക്ലാസിക്കൽ റിലേറ്റിവിറ്റി എന്നറിയപ്പെടുന്നത്. ഇനി എന്താണ് സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി? ടൈം ഡയലേഷൻ. അതെന്താണെന്ന് നമുക്കൊരു ചില ഉദാഹരണങ്ങൾ കൊണ്ട് മനസ്സിലാക്കാം. യൂണിഫോം സ്പീഡിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ട്രെയിനിലിരിക്കുന്ന 2 പേർ. അവർ 2 പേർക്കും ചലിക്കുന്നതായി തോന്നുന്നില്ല. ഇവിടെ ട്രെയിൻ മാത്രമാണ് അവരുടെ ഫ്രെയിം ഓഫ് റെഫറൻസ്. ട്രെയിൻ ഒരേ മോഷനിലായതുകൊണ്ട് ആ ഒരു ഫ്രെയിമിൽ നിന്ന് നോക്കുമ്പോൾ അവർക്ക് ചലിക്കുന്നതായി അനുഭവപ്പെടുന്നില്ല. പക്ഷേ പുറത്ത് പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്ന ഒരാൾക്ക് തോന്നുന്നത് എന്താണ്? ട്രെയിനിലിരിക്കുന്ന 2 പേർ ട്രെയിനിൻ്റെ അതേ വേഗതയിൽ തന്നെ സഞ്ചരിക്കുന്നതായിട്ടാണ്. അപ്പോൾ പുറത്തു നിൽക്കുന്ന ആളുടെ ഫ്രെയിം ഓഫ് റെഫറൻസ് എന്താണ്? പ്ലാറ്റ്ഫോമാണ്. ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാൻ സാധിക്കുന്നു? വ്യത്യസ്ത ഫ്രെയിം ഓഫ് റെഫറൻസുകളിൽ നിന്ന് നോക്കുമ്പോൾ ഒരു കാര്യം തന്നെ വ്യത്യസ്ത രീതിയിൽ അനുഭവപ്പെടുന്നു എന്നതാണ്. സോ ഈ 2 കേസുകളിലും അവരുടെ ഫ്രെയിം ഓഫ് റെഫറൻസുകളിൽ അവർ ഫിസിക്സിൻ്റെ നിയമം പാലിക്കപ്പെടുന്നുണ്ട്. അതായത് ലോസ് ഓഫ് ഫിസിക്സ് ആർ ദ സെയിം ഇൻ ഓൾ ഇനേർഷ്യൽ ഫ്രെയിം. അപ്പോൾ ഫ്രെയിം ഓഫ് റെഫറൻസ് ബാധകമല്ലാത്ത ഒന്നാണ് പ്രകാശം അല്ലെങ്കിൽ ലൈറ്റ്. ഏത് ഫ്രെയിം ഓഫ് റെഫറൻസിൽ നിന്ന് നോക്കിയാലും ലൈറ്റിൻ്റെ വേഗത ഒരുപോലെ ആയിരിക്കും. കാരണം ഇവിടെയാണ് ഒരു ഇക്വേഷൻ നമുക്ക് വരുന്നത്. എന്താണ് ആ ഇക്വേഷൻ? സ്പീഡ് ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം എന്നത്. So, the speed of light in a vacuum is constant for all inertial reference frames. പക്ഷേ ഇവിടെ മറ്റൊരു പ്രശ്നത്തെക്കുറിച്ച് നമ്മുടെ ഐൻസ്റ്റീൻ ചിന്തിച്ചു. നിങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഒരു ട്രെയിനിനെ കാണുന്നു. ആ ട്രെയിൻ പ്രകാശത്തിൻ്റെ വേഗതയുടെ പകുതി വേഗതയിലാണ് സഞ്ചരിക്കുന്നത് എന്ന് വിചാരിക്കുക. ആ ട്രെയിനിൽ ഒരു ഹെഡ്ലൈറ്റ് ഉണ്ട്. ട്രെയിനിലിരിക്കുന്ന ഒരാൾക്ക് ഹെഡ്ലൈറ്റിൻ്റെ പ്രകാശം അയാളിൽ നിന്ന് അകന്നു പോകുന്നതായിട്ടേ തോന്നൂ. അതും 3×10⁸ മീറ്റർ/സെക്കൻഡ് സ്പീഡിൽ. പക്ഷേ പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്ന നിങ്ങൾക്ക് അത് അനുഭവപ്പെടുന്നത് എങ്ങനെയായിരിക്കും? പ്രകാശവേഗതയും ട്രെയിനിൻ്റെ വേഗതയും കൂടിയുള്ള ആ ഒരു വേഗത. ഓക്കെ, അതായത് 1.5 മടങ്ങ് വേഗതയിലായിരിക്കും ആ ട്രെയിൻ നിങ്ങളുടെ പോയിൻ്റ് ഓഫ് വ്യൂവിൽ. ഓക്കെ, പക്ഷേ ഇതെങ്ങനെ ശരിയാവും? നമ്മൾ ആദ്യമേ പറഞ്ഞു, എല്ലാ ഫ്രെയിം ഓഫ് റെഫറൻസുകളിലും പ്രകാശത്തിൻ്റെ വേഗത ഒരുപോലെയാണെന്ന്. ഇവിടെ നമുക്ക് സ്പീഡ് ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം എടുത്തു നോക്കാം. സഞ്ചരിക്കുന്ന വേഗതയ്ക്കനുസരിച്ച് പ്രകാശത്തിന് മാറ്റം സംഭവിക്കുന്നില്ലേ? പിന്നെ ഇവിടെ എന്താണ് മാറ്റത്തിന് കാരണം? അതാണ് സമയം. ഇവിടെ എന്താണ് മാറ്റത്തിന് കാരണം? സമയത്തിനാണ് മാറ്റത്തിന് കാരണം. സോ ട്രെയിനിൽ സഞ്ചരിക്കുന്നയാൾക്കും പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്നയാൾക്കും ടൈം അനുഭവപ്പെടുന്നത് വ്യത്യസ്ത രീതിയിലായിരിക്കും. ഇതാണ് ടൈം ഡയലേഷൻ. സോ ട്രെയിനിൽ സഞ്ചരിക്കുന്ന ഒരു വ്യക്തി സാധാരണ രീതിയിലാണ്, നോർമലായിട്ടാണ് അദ്ദേഹത്തിൻ്റെ കാര്യങ്ങളെല്ലാം നടക്കുന്നത്. പക്ഷേ അയാൾ ട്രെയിനിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. അയാൾ സഞ്ചരിക്കുന്നത് പ്രകാശ വേഗതയിലാണ്. സോ 1 സെക്കൻഡ് കൊണ്ട് തന്നെ അയാൾ എത്രയോ ദൂരം പോയിട്ടുണ്ടാവും. ആ ഒരു സമയം കൊണ്ട് അയാൾ നോർമലായിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതെല്ലാം അദ്ദേഹം അവിടെ നിന്ന് ചെയ്യുന്നു. അപ്പോൾ അയാളുടെ ടൈം അവിടെ ഡയലേറ്റ് ചെയ്യുകയാണ്. അത് പ്ലാറ്റ്ഫോമിൽ നിന്ന് വീക്ഷിക്കുന്ന ഒരാൾക്ക് ചിലപ്പോൾ 1 സെക്കൻഡ് കൊണ്ട് ഒന്നും തന്നെ ചെയ്യാൻ പറ്റില്ല. ട്രെയിനിലുള്ള ആളുടെ ഫ്രെയിം ഓഫ് റെഫറൻസിൽ അയാൾ സഞ്ചരിക്കുന്നില്ല. അത് അയാൾ നോർമലായിട്ട്, ട്രെയിൻ ഒരേ മോഷനിലായ കാരണം അയാൾ നോർമലായിട്ട് ചെയ്യേണ്ട എല്ലാ ആക്ടിവിറ്റീസും ചെയ്യുന്നു. പക്ഷേ പ്ലാറ്റ്ഫോമിൽ നിന്ന് ഒരു ട്രെയിൻ പോകുന്നത് വീക്ഷിക്കുന്ന ഒരാൾക്ക് എങ്ങനെയായിരിക്കും? ട്രെയിൻ ഭയങ്കര സ്പീഡിൽ പോകും. സോ 1 സെക്കൻഡ് കൊണ്ട് അദ്ദേഹത്തിന് ഒന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷേ ട്രെയിനിൽ ഇരിക്കുന്ന ആൾക്ക് ആ 1 സെക്കൻഡ് കൊണ്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റും. കാരണം അയാൾ ഫ്രെയിം ഓഫ് റെഫറൻസിൽ അദ്ദേഹം സഞ്ചരിക്കുന്നില്ല.
ഇതാണ് ടൈം ഡയലേഷൻ എന്നത്. അതുപോലെ തന്നെ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് വീക്ഷിക്കുന്ന നിങ്ങൾക്ക് ട്രെയിനിൻ്റെ ലെങ്ത്ത് കുറവായിട്ട് തോന്നും. സോ ദിസ് ഈസ് ലെങ്ത്ത് കൺട്രാക്ഷൻ. ഇനി ഇതിൽ മറ്റൊരു പ്രധാനപ്പെട്ട ഇക്വേഷൻ വരുന്നുണ്ട്, E = mc². അത് മറ്റൊരു വീഡിയോയിൽ പറയാം. ബൈ. താങ്ക് യു.